ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹമെന്ന തീരാവ്യാധിക്ക് ഒരു ശാശ്വത പരിഹാരം. പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു. അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ. 4 ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു. കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ECG, ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ്. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ്, നെല്ലുവായ്. ഫോൺ 8589939335. ചേലക്കരയിൽ നെൽപ്പാടത്തും കാട്ടാന ഇറങ്ങി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത മുറിച്ചു കടന്ന് ആദ്യമായാണ് നെൽപ്പാടത്ത് കാട്ടാന എത്തുന്നത്. ആറ്റൂർ പ്ലാവിൻചോട് പ്രദേശത്തെ ജനവാസ മേഖലയിലാണ് പുലർച്ചെയോടെ കാട്ടാന ഇറങ്ങിയത്. രാവിലെ 5 മണിയോടുകൂടി സമീപത്തെ പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ കാട്ടാനയെ റോഡിൽ കണ്ട ഭയന്നോടി. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാട്ടാന നെൽപ്പാടത്തേക്കിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആറ്റൂർ പാടശേഖരത്തിറങ്ങി നെൽക്കതിരുകൾ അടക്കം പിഴുതെറിയുകയും വരമ്പുകൾ നശിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാന പാത മുറിച്ചു കടന്ന് ജനവാസ മേഖലയിലെ നെൽപ്പാടങ്ങളിലടക്കം കാട്ടാന ഇറങ്ങുന്നത് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. നമുക്കറിയാം, ചേലക്കര നിയോജകമണ്ഡലത്തിലെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ ആന ഇറങ്ങാറുണ്ട്. ഇപ്പോൾ വാഴക്കോട് പ്ലാഴി സംസ്ഥാനമായതിൽ തന്നെ വാഴക്കോട് ഭാഗത്തായിട്ട് റോഡ് മുറിച്ച് ആന 1 പ്രാവശ്യം കടക്കുക, 2 പ്രാവശ്യം കടക്കലൊക്കെ ഉണ്ടായി. പക്ഷേ റോഡ് മുറിച്ച് ജനവാസ മേഖലയിലേക്ക് കടന്ന് ഇവിടുത്തെ കൃഷി, അതേപോലെ പാടത്തെ നെല്ല് ഉൾപ്പെടെയുള്ള നശിപ്പിക്കുന്നത് ചേലക്കര നിയോജകമണ്ഡലത്തിൽ ആദ്യമായിട്ടാണ്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത മുറിച്ച് കടന്നുകൊണ്ട് ആനകൾ ഇപ്പുറത്തേക്ക് ജനവാസ മേഖലയിലേക്ക് കടക്കുക എന്നുള്ളത് വലിയ തരത്തിലുള്ളൊരു ആശങ്ക ഉണ്ടാക്കുന്ന, ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ തരത്തിലുള്ള ആശങ്കയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഭരണാധികാരികൾ വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.